ഹായ് ഫ്രണ്ട്സ്, അപ്പം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെ പുറത്തേക്ക് പോകുന്നൊരു മിനി വ്ളോഗാണ്. അപ്പം എല്ലാവർക്കും സ്വാഗതം. വാ കാണാം. പോവാം. ഞങ്ങളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, സ്റ്റെപ്പ് ചാടി ചാടി ഇറങ്ങണോ? എനിക്കൊരു ഉദ്ദേശം വെച്ചിട്ടാട്ടോ ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇവിടെ ഉണ്ടല്ലോ നമ്മുടെ കോഴി, താറാവ്, കിളികൾ, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്, അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇങ്ങോട്ടൊന്നും കയറാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ ഇതുവരെയും. അപ്പം ഇത് കൂടി പോകുമ്പോൾ ഒരു കാര്യം നോട്ട് ചെയ്ത്, എന്താ അറിയാം, നമുക്ക് ഇത് ചെറിയൊരു ചാല് പോലത്തെ സംഭവമാണ്. ഇവിടെ ഫുൾ തെർമോക്കോളാണ് കേട്ടോ. അത് ഇവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. പിന്നെ ഞാനിങ്ങോട്ട് ഇവിടെ വന്നിട്ടുള്ളത്, ഇത് നമ്മുടെ പുത്തൂര് നടക്കാനുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഇത്. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇതാണ് നമ്മുടെ കാക്കത്തോട്. ഈ തോടിൻ്റെ പേരാണ് ബാക്കിൽ കാണുന്നത്. ഈ തോടിൻ്റെ പേരാണ് കാക്കത്തോട്. ഇതെന്തുകൊണ്ടാണ് ഇതിന് കാക്കത്തോട് എന്ന് പേര് വന്നത്? നോ ഐഡിയ കേട്ടോ. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. എനിക്കൊരു കൗതുകം. ഈ ഒരു പാലം കണ്ട് ഇടിഞ്ഞൊടിഞ്ഞ് ചാടുമോയെന്നൊന്നും അറിയാൻ ഞാൻ കയറി നോക്കിയതാട്ടോ. പിന്നെ ആ ആകാശത്തിൻ്റെ ഒരു ഭംഗി നോക്കൂ. വല്ലപ്പോഴും ഒക്കെ വരാൻ പറ്റുള്ളൂ, അത് നമ്മൾ മുതലാക്കണ്ടേ. പിന്നെ അത് ഇപ്പുറത്തെ തോടും അപ്പുറത്തെ ആകാശവും പച്ചപ്പും ഹരിതാപും. എന്താ ഭംഗി. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മരത്തിൻ്റെ ഇടയിൽ കൂടി നടക്കാനൊക്കെ എന്താ സുഖം. കിളികൾ ഒച്ചപ്പാടൊക്കെ കേൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നാട്ടുമ്പുറമൊക്കെ എനിക്കിഷ്ടമാണ്. ഞാനാണെങ്കിൽ ഈ റോഡിൻ്റെ വക്കത്തൻ്റെ വീടാവുകൊണ്ട് എനിക്ക് അങ്ങനെ നാട്ടുപുറത്തേക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ ആകെ പോലെ എൻ്റെ അമ്മമ്മ വീട്ടിൽ കളിച്ചിട്ടുമ്പോഴാണ്. പിന്നെ ഞാൻ ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ട് വരുമ്പോഴും അങ്ങോട്ട് പോകാനാണ് കേട്ടോ മെയിനായിട്ട് ഞാൻ അങ്ങോട്ട് വരാറ്. കണ്ടോ, ഇവിടെ എത്തുമ്പോൾ നമ്മുടെ എന്താ പറയുക, വെള്ളം ചാടുന്ന സൗണ്ടാട്ടോ. നല്ല വെള്ളം ചാടുന്ന സൗണ്ട് ഉണ്ട് കേട്ടോ ഇവിടെ എത്തുമ്പോൾ. നല്ലോണം ഉണ്ട്. എനിക്ക് ഈ സൗണ്ട് കേൾക്കാൻ പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ. എന്താ അറിയില്ല. ഇപ്പം അതെ ഞങ്ങളിത് അടുത്ത കാക്കത്തോട് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കണ്ടോ, ഇത് നെൽകൃഷിയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നെൽകൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ എത്തുമ്പോൾ വൻ ചാണകത്തിൻ്റെ സ്മെല്ലടിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് വേഗം പോട്ടെ. ഞാൻ പറഞ്ഞൊരു നോട്ട് ചെയ്ത സ്ഥലം എന്ന് പറഞ്ഞില്ലേ, ഇതാണ്. എപ്പം അങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ടാണ് വരാറ് കേട്ടോ. ഇതന്നെ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ മിക്കപ്പോഴും ഇങ്ങോട്ട് പോകണോ എന്ന് ചോദിക്കുമ്പോൾ എന്ന് പറയും. ഇതെല്ലാവരും എക്സസൈസ് പാർട്ടായിട്ടാണ് കൂട്ടാറ്. പക്ഷെ ഞാൻ ഏതെങ്കിലും ഒരു പാർക്കിലേക്ക് ചെന്ന പോലെയാണ് എൻ്റെ അവസ്ഥ. നിങ്ങൾക്കറിയോ ഈ സ്ഥലം? മെയിൻ ആൾക്കാർക്കൊക്കെ അറിയും, കാരണം പുത്തൂരാണല്ലോ. എല്ലാ പുത്തൂരുകാർക്കും ഈ ഒരു സ്ഥലം എന്തായാലും അറിയുണ്ടാവും. രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ അവിടെ ആൾക്കാരുണ്ടാവും കേട്ടോ. പിന്നെ വിശന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാൻ കയറി. ഇതുവരെയായിട്ടും കാണാത്തൊരു സാധനം കണ്ടപ്പോൾ ഒന്നും എടുത്തുന്നല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കഴിക്കട്ടെ കേട്ടോ. പിന്നെ അതൊരു ലൈം ജ്യൂസ് കൊണ്ട് കുടിച്ചത് ഞാൻ അറിയാതെ എടുത്തതാട്ടോ ഈ വീഡിയോ. അപ്പോൾ ഞാൻ കണ്ടപ്പോൾ കുറച്ച് പോസ് ഇട്ട് എടുത്തു, പിന്നെ അവിടെ വെച്ചു. അപ്പോൾ ഓക്കെ. എല്ലാവരും കണ്ടല്ലോ ഞങ്ങളൊരു ചെറിയ യാത്ര. എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ലൈക്കും ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.